ചെങ്കോട്ടയിലേത് ചാവേർ ആക്രമണം. ഇന്നലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനം, ഈ ചെങ്കോട്ടയ്ക്കും ജുമാ മസ്ജിദിനും സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്ന് ജനങ്ങളും ഇതുവരെ മുക്തരായിട്ടില്ല. ഇന്നലെ സന്ധ്യയ്ക്ക് 6:52 ഡൽഹിയെ നടുക്കുന്ന ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ചാവേർ ആക്രമണമാണ് ഉണ്ടായതെന്ന് ഇപ്പോൾ ദില്ലി പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണ് ഇത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്വേഷണം NIA ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ചെങ്കോട്ട സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത് 30-ലേറെ പേരാണ്. 12 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവരെല്ലാം ദില്ലി, UP, ബീഹാർ സ്വദേശികളാണ്. എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സ്ഫോടനം ചാവേർ ആക്രമണമെന്നാണ് ഏറെക്കുറെ എത്തിയിരിക്കുന്ന അന്വേഷണ സംഘങ്ങൾ എത്തിയിരിക്കുന്ന നിഗമനം. ഫരീദാബാദ് ഭീകര സംഘം പിടിയിലായതോടെ അവരുടെ കൂട്ടാളിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് ആസൂത്രണം ചെയ്തതാണ് സ്ഫോടനമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. സ്ഫോടനം നടത്തിയ വെള്ള നിറത്തിലുള്ള ഹ്യുണ്ടായി i20 കാറിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. HR26CE 7674 എന്ന നമ്പർ പ്ലേറ്റിലുള്ള വാഹനം ഏതാണ്ട് 3 മണിക്കൂറിലധികമാണ് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നത്. ഇത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാർ ഓടിച്ചിരുന്നത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദാണെന്ന സംശയമുണ്ട്. കറുത്ത ഒരു മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇയാൾ. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഇയാൾ കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഉമർ തന്നെയാണോ ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നത് സ്ഥിരീകരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതൊരു ചാവേർ ആക്രമണം എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇത് സ്ഥിരീകരിക്കാനായി DNA പരിശോധന ഉൾപ്പെടെ നടത്താനുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ചാവേർ ആക്രമണം എന്ന സ്ഥിരീകരണത്തിൽ ഈ പരിശോധന വളരെ നിർണായകമാണ്. ആരാണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നതാണ് ഇന്നലെ ഈ സ്ഫോടനമുണ്ടായി രാജ്യത്തെ നടുക്കുന്ന ഈ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ ഉയർന്ന വലിയ ചോദ്യം. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന്റെ അന്വേഷണം നീളുന്നത് വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ അംഗങ്ങളിലേക്കാണ്. ജെയ്ഷെ മുഹമ്മദുമായൊക്കെ ബന്ധമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആരോപിക്കപ്പെടുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിന് 3 ആഴ്ച മുമ്പ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കശ്മീരിലെ ശ്രീനഗറിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്വേഷണം ആരംഭിച്ച ജമ്മു പോലീസ് തെളിവുകളുടെ ചുവട് പിടിച്ച് ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലെത്തി. 2 ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കശ്മീർ സ്വദേശികളായ ഡോക്ടർ അദീൽ അഹമ്മദിനെ ഉത്തർപ്രദേശിലെ സഹ്റൻപൂരിൽ നിന്നും ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിന് പിന്നാലെ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള 2900 കിലോ സ്ഫോടക വസ്തുക്കളും ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അമോണിയം നൈട്രേറ്റ് ആണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചതെന്ന പ്രാഥമിക വിവരങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അക്കാര്യം സ്ഥിരീകരിക്കപ്പെടുക. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള അദീൽ അഹമ്മദിനും മുസമ്മിൽ ഷക്കീലിനും ചെങ്കോട്ട സ്ഫോടന കേസിൽ ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കരുതുന്നത്. ഇവരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദാണ് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് എന്നതാണ് വിവരം. ഇയാളാണ് ചാവേർ എന്നതാണ് ഇപ്പോൾ ഏതാണ്ട് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം. കാർ ഓടിച്ചയാളുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇത് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. ആരാണ് ഈ വൈറ്റ് കോളർ ഭീകരർ, അല്ലെങ്കിൽ വൈറ്റ് കോളർ ഭീകരത എന്താണ് എന്ന് നോക്കിയാൽ 4 ഡോക്ടർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഡോക്ടർ അദീൽ അഹമ്മദ് റാദർ UP യിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഡോക്ടർ മുസാമിൽ ഷക്കീൽ ഹരിയാന, ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഫരീദാബാദ്. ഈ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ഡോക്ടർ, വനിതാ ഡോക്ടർ, ഈ സംഘത്തിന് സാമ്പത്തികമൊക്കെ അറേഞ്ച് ചെയ്യുന്ന വ്യക്തിയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ സംഘടനയ്ക്ക് സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്തുന്ന ചുമതലയാണ് ഈ വനിതാ ഡോക്ടർ ചെയ്തിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും ഇവർക്ക് പ്രധാന പങ്കുണ്ട് എന്നതാണ് കരുതപ്പെടുന്നത്. ഡോക്ടർ അഹമ്മദ് സയ്യിദ് ഗുജറാത്തിൽ നിന്ന്. ഈ 4 ഡോക്ടർമാരാണ് ഇങ്ങനെ അറസ്റ്റിലായിട്ടുള്ളത്. സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം
വളരെ ഉയർന്ന നിലയിലുള്ളവരെയാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അതിനാൽ തന്നെ വൈറ്റ് കോളർ ഭീകരത എന്നതാണ് ഈ രീതി അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഭീകരന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് ഈ വൈറ്റ് കോളർ ഭീകരർ. ഇവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായിരിക്കും. വൈറ്റ് കോളർ ഭീകരതയ്ക്ക് പിന്നിൽ സാധാരണയായി പ്രവർത്തിക്കുക ഈ വലിയ രീതിയിൽ അംഗീകാരം ഉള്ള പദവികൾ വഹിക്കുന്ന വ്യക്തികളായിരിക്കും. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാകും ഇവരുടെ ജീവിത രീതി. ചിലപ്പോൾ നമ്മുടെയൊക്കെ തൊട്ടു മുന്നിൽ ഈ ഭീകരർ ഉണ്ടാകാം, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. സമൂഹത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തൊഴിൽ മേഖലകളാകും വിദ്യാസമ്പന്നരായി ഇവർ തെരഞ്ഞെടുക്കുക. ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ജോലികൾ ചെയ്യുന്നത്. പെരുമാറ്റത്തിൽ പോലും യാതൊരുവിധ സംശയവും ആർക്കും തോന്നുകയില്ല. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് പിടിയിലായത് വനിതാ ഡോക്ടറടക്കം 4 പേരാണ്. ഇവർ വൈറ്റ് കോളർ ഭീകരരാണ് എന്ന നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. രാജ്യ തലസ്ഥാനത്ത് ഭീകരാക്രമണത്തിന് ആസൂത്രണം നടത്തിയെന്ന് കരുതുന്ന 2 ഡോക്ടർമാരെയാണ് യുപിയിലെ സഹറൻപൂരിൽ നിന്നും ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നുമായി പിടികൂടിയത്. പുൽവാമയിൽ ജനിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഫരീദാബാദിലെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഇയാളുടെ സ്ഥിരീകരണം DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും വൈറ്റ് കോളർ ഭീകരരാണ് രാജ്യത്തെ നടുക്കിയ ആഘാതത്തിന് പിന്നിൽ എന്ന കാര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ കുടുംബം തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അറിവും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്തായാലും കുറ്റക്കാരെ തളയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധം ആണ് എന്നത് പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ആക്രമണത്തിന് പിന്നിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നത് കണ്ടെത്തും. ഇത് അവരെ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കും എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ എത്തുന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഡൽഹിയിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കും. All those responsible will be brought to justice.